നമ്മളെ നാട്ടിൽ നമ്മുടെ പഠിച്ചത് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള കുറച്ച് ഫ്രണ്ട്സുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ അവരുമായിട്ട് നല്ല ബോണ്ടാണ്. നമ്മൾ ഫ്രണ്ട്സ് എന്നതിൽ എല്ലാ ദിവസവും രാത്രി ഒരു സമയമാകുമ്പോൾ നമ്മൾ കറങ്ങാൻ. ഈ രാത്രി സമയം കറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയെ കഴിഞ്ഞ് ഫ്രീ ആയി കിട്ടുന്ന രാത്രി സമയമാണ് നമ്മൾ അവരുമായിട്ട് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്, ബൈക്കിൽ സഞ്ചരിക്കുന്നത്, നല്ല സ്പീഡിൽ പോണ്, കുറേ നമ്മൾ ന്യായങ്ങൾ വേണമെങ്കിൽ അതിന് പറയാം, കുറേയൊക്കെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, എന്തിനോ വേണ്ടി നമ്മൾ എന്തൊക്കെ ആരേ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോണ ഒരു ലൈഫ്. ഞാനത് പറയട്ടാ, അങ്ങനെ ഇപ്പോൾ ലൈഫ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളൊരു 2-3 കൊല്ലം കഴിയുമ്പോഴേ നിങ്ങൾ ഈ ഫ്രണ്ട്സ് ഇങ്ങോട്ട് കാണുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരും കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറയണത് ഡെഫിനറ്റ്ലി നിങ്ങളോടൊപ്പം വളരേണ്ട ആൾക്കാരാണ്. അതിന് എന്ത് ചെയ്യണം? നിങ്ങളും വളരണം, അവരും വളരണം. അവരും വളരാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകണം. അവർ വളരാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകാതെ കുറേ വളുപ്പും അതേ കുറേ പൈസയുടെ കണക്കും അല്ല കുറേ മറ്റുള്ളവരെ കുറ്റവും പെണ്ണിനെ പറ്റിയും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരുമോ? നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളും വളരില്ല, അവരും വളരില്ല. ഒരു സമയമാകുമ്പോൾ ഗൾഫിൽ കട്ടിയടിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കയറിപ്പോവും. കൂട്ടുകാരന്മാരും പോവും, അവനും പോവും, നിങ്ങളും പോവും. അവസാനം എന്തെങ്കിലും നാട്ടിൽ വരുന്ന കുറേ ആൾക്കാർ കാണും. നാട്ടിൽ വന്ന് പിന്നെ ഒരുമിക്കാൻ പറ്റിയാലായി. അങ്ങനെ ഒരു ലൈഫായിരിക്കും. പിന്നെ 2-3 വർഷം കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഒരുമിക്കാൻ തന്നെ പറ്റിയെന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് ലൈഫിൽ എപ്പോഴും നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട്സിലുണ്ടാവേണ്ട ഒരു ഓളം. ഫ്രണ്ട്സ് എന്ന് പറയണത് ഒരിക്കലും എൻജോയ്മെൻറ്റിന് മാത്രമുള്ളതല്ല. ഫ്രണ്ട്സ് എന്ന് പറയണത്, ഞാൻ ഈ പറയാൻ പോണ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള ഫ്രണ്ട്സിന് ഞാൻ പറയണ ഒരു ക്വാളിറ്റി ഉണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കണം. ഞാൻ ഒരു 3 പേരെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു സ്ഥലത്തിരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് അവരൊരു ചർച്ച നടത്തിയാണ്. 3 കൂട്ടുകാരും പേര്. അവർ കൊച്ചിലെ വളർന്നവരല്ല, അവർ പലപ്പോഴും സ്ട്രേഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നവരാവും, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും വന്ന് പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയതാവാം. അവർ 3 പേരുടെ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു ഷർട്ടിൻ്റെ വീഡിയോ. അത് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 1 ലക്ഷം പേര് അത് ആ വീഡിയോ കണ്ടിരിക്കുന്നു. അത്യാവശ്യം റീച്ചുമായി, എനിക്ക് നല്ല ഓർഡറും കിട്ടി. ഞാൻ അത് ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്ത് എനിക്ക് അവിടെ നിന്ന് കമ്മീഷനും കിട്ടി, സാധനവും വിറ്റുപോയി, എനിക്ക് പ്രോഫിറ്റും കിട്ടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം അവർ എനിക്ക് തരികയും ചെയ്തു. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. നീ എന്ത് പറയണ്? അപ്പോഴ് അത്രയും വ്യൂസ് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഡെയിലി വീഡിയോസ് ഇട്. ഞാനും എൻ്റെ ഇവിടെ പറ്റുന്ന എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു തരാം. പിന്നെ എനിക്കറിയാവുന്നൊരു കടയുണ്ട് കേട്ടോ, അവിടെ നല്ല കളക്ഷൻസാണ് വരുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമുക്കൊന്ന് റിയലാക്കി ഇട്ട് നോക്കാം, നമ്മൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ കൂട്ടുകാരൻ പറയും, നീ അപ്പോൾ നീ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അത് റീച്ചാവാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ റീച്ചായ ഒരു പയ്യനാണ്. ഞാൻ അവൻ്റെ നിൻ്റെ അക്കൗണ്ട് ഒന്ന് കൊളാബ് ചെയ്യാൻ പറയാം. അവൻ എൻ്റെ ഒരു കൂട്ടുകാരനും ആണ്. അവ അതുപോലെ തന്നെ പൈസ വാങ്ങാനും ചാൻസ് കുറവാണ്, മനസ്സിലായോ? അപ്പോൾ അഥവാ ചോദിച്ചാൽ നമുക്ക് തുച്ഛൊരു എമൗണ്ട് ആയിരിക്കും, കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം നിൻ്റെ ആ അക്കൗണ്ട് റീച്ചാവും, നിൻ്റെ സാധനവും വിറ്റുവും, നീ ഹാപ്പി ആവുകയും ചെയ്യും. നമുക്ക് അത് നോക്കാടാ. ഇതുപോലെ പരസ്പരം 3 പേരും ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സപ്പോർട്ടുള്ളതും പരസ്പരം ഓരോ കാര്യങ്ങൾ ഐഡിയാസ് പരമായി സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നമ്മളെ കൂട്ടുകാരന്മാർ. അത് എപ്പോഴും വേണം. കോൺവെർസേഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയ ഒരു ടീമായിരിക്കണം നമ്മളെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പരാജയപ്പെടും. നമ്മളിൽ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സുകൾ നമ്മളെ എന്തായാലും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. പിന്നെ കാണുമ്പോൾ മിണ്ടുന്ന ഒരു ഫ്രണ്ട്സായി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ പരസ്പരം ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങൾ സംസാരിക്കുകയും പരസ്പരം ഒരുമിച്ച് വളരുകയും ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.